അതെ, പിള്ളേർ പല നാട്ടിൽ പഠിച്ചാൽ പല ഗുണങ്ങളുണ്ട്. എന്നാന്നറിയാവോ? ഒന്നാമത്തെ കാര്യം, അവർക്ക് എക്സ്പോഷേഴ്സ് കൂടും. അവർ നമ്മുടെ ഈ ഒരു ചട്ടക്കൂട്ടി കടന്നേച്ച് ഒന്നും ആയില്ല പിടിച്ചില്ല എന്നുള്ളൊരു വിഷമം നമുക്ക് വേണ്ട. അതുകൊണ്ട് വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എന്നെ പോലെയുള്ള അമ്മമാർ കുറേ റെസിപ്പീസും പഠിക്കും. ഈ പിള്ളേർ ആവശ്യമില്ലാത്തതെല്ലാം വാങ്ങിച്ച് കഴിച്ചേച്ച് ആ രുചി അങ്ങോട്ട് പിടിച്ചേച്ച് അമ്മ ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനാ? അറിയണ്ടേ റെസിപ്പി? അങ്ങനെ എന്നാ ചെയ്തു, കൊച്ചിൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മയോട് തന്നെ വിളിച്ച് ചോദിച്ചേച്ച് നമ്മൾ പഠിക്കുക ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ എത്ര റെസിപ്പിയാണ് പഠിച്ചേക്കുന്നത് അല്ലേ? അതുകൊണ്ട് ഈ പ്രാവശ്യം പഠിച്ച എന്നാന്ന് വെച്ചാൽ ഹൈദരാബാദി റെഡ് ചിക്കൻ പഠിച്ചേ. എൻ്റെ ദൈവമേ, എന്നാ എളുപ്പമാണെന്നറിയോ ഇതൊക്കെ ചെയ്യാൻ. ഞാൻ ആലോചിക്കുമായിരുന്നു, 10 പ്രാവശ്യം പഠിക്കുന്നതിനെ. നമ്മൾ ഈ കുക്കിംഗ് ഒക്കെ പഠിച്ച സമയത്തെ ഇഞ്ചി വഴറ്റി വെളുത്തുള്ളി വഴറ്റി എന്നും പറഞ്ഞു എന്തോരോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ചെയ്യാതെ രുചിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഈയിടെയല്ല പഠിച്ച, ഉള്ള നേര് പറയാമല്ലോ. പിന്നെ അറിവ് എത്ര സമ്പാദിക്കുന്നോ അത്രയും നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും തികഞ്ഞവരൊന്നുമല്ല. ഈ പറയുന്ന പോലെ ദാസേട്ടനൊക്കെ പറയുന്നില്ല, നമ്മുടെ ലാസ്റ്റ് ബ്രത്ത് വരെ നമുക്ക് ഒന്നിനും നമ്മൾ തികഞ്ഞിട്ടില്ല. ദാസേട്ടൻ പറയുന്ന പോലെ ഞാൻ പാട്ട് ഫുൾ പഠിച്ച് തീർന്നിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുക. എന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഓരോ ഡേ ബൈ ഡേ അല്ലേ, ഓരോ അറിവുകൾ സമ്പാദിക്കാൻ പല വഴികൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒന്നും പാഴാക്കാൻ പാടില്ല. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ വിവരം ലഭിക്കുള്ളൂ എന്നൊന്നുമില്ല. അല്ലാതെയും നമുക്ക് ഈ പറഞ്ഞ പോലെ ബേസ് വേണം, വിദ്യാഭ്യാസം വേണം ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വിദ്യാഭ്യാസമാണ് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയൊരു അസറ്റ്. അതില്ലാതെ പോകുന്നവർ ലൂസേഴ്സ് ചില സമയം പറയാറുണ്ട്, ലൂസേഴ്സ് ആവാത്തവരും ഉണ്ട്. എല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. പക്ഷേ റെസിപ്പിയുടെ കാര്യത്തിൽ നമ്മൾ കുറേ ബുക്കൊക്കെ വെച്ച് നമ്മൾ റെസിപ്പി പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്നാണെന്നറിയാമോ? നമുക്ക് അതിൻ്റെ അളവും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. പിന്നെ അത് നമ്മുടെ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക്. ആ മിടുക്ക് എന്ന് പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ, ആ ഉണ്ടാക്കുന്ന ഭക്ഷണം അത്രയും സ്വാദിഷ്ടമായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വരണം അല്ലേ? അത് അപ്പോഴാണ് നമ്മൾ സക്സസ് ആവുക. ആ സക്സസിൻ്റെ ഇടയ്ക്കുള്ളൊരു ഹാർഡ് വർക്ക്, അതാണ് നമ്മുടെ പ്രയത്നം എന്ന് പറയുന്നത്. അത് നമ്മൾ ട്രൂ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ഫുൾ എഫേർട്ട് ഇട്ട് നമുക്കത് സക്സസ് ആക്കണം എന്ന്, ഞാൻ ആക്കിയിരിക്കും എന്നുള്ള ദൃഢവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ റെസിപ്പി എന്നല്ല ഏതൊരു കാര്യത്തിനും മുന്നോട്ട് പോകാം. ഒരിക്കലും തളർന്നു പോകരുത്. തളർന്നു പോകുന്ന ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെയും എങ്ങനെയും മുന്നേറാൻ നമ്മൾ പറ്റും. അതല്ല നമ്മൾ എന്നതേലും ചെയ്തിട്ട് ഇത് വലിയ കാര്യമൊന്നുമില്ല, ഇതെല്ലാവർക്കും അങ്ങനെയല്ല. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അതിനൊരു അപ്രിസിയേഷൻ മസ്റ്റാണ്. ആ അപ്രിസിയേഷനാണ് ചിലപ്പം ഒരാളുടെ എനർജി അല്ലേ, ആ ഒരു എൻകറേജ്മെൻറ്റ് അതുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഇന്ന് ഞാനൊരു റെസിപ്പി പഠിച്ചാൽ നാളെ അവർക്ക് ഞാൻ വേറൊരു ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു എനർജി നമുക്ക് വരത്തുള്ളൂ. മറ്റത് ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്തിക്കളഞ്ഞാൽ വേണ്ട, നാളെ ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് നമ്മളും കൂടെ ആ ഒരു എനർജി നമ്മുടെ പോയി പോവും. അതുകൊണ്ട് എന്നാ ചെയ്യണ്ടേ, ആർക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ അപ്പനും അമ്മയും എന്തായാലും ചെയ്തേ പറ്റുള്ളൂ കുട്ടികൾക്ക്. പക്ഷേ അവരെന്നതേലും ഒരു കാര്യം ചെയ്താൽ അവരെ മാക്സിമം എൻകറേജ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക, അവരുടെ കൂടെ നിന്ന് കൊടുക്കുക. സക്സസ് ആവട്ടെ. നമ്മൾ സക്സസ് ആവാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന അമ്മമാരും അപ്പന്മാരും ഒക്കെ തന്നെയാണ്. നമ്മുടെ മക്കൾ എപ്പോഴും ഉയർന്ന നിലയിലെത്താൻ ആഗ്രഹിക്കുന്നതല്ലേ. അതുകൊണ്ടാണ് നമ്മളിപ്പം, എൻ്റെ മോനായാൽ പോലും രണ്ടാമത്തവൻ ഇപ്പം ഡൽഹി പഠിച്ചു, അവൻ നമ്മുടെ കേരളത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു എക്സ്പോഷർ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ റെസിപ്പീസൊക്കെ പഠിക്കാൻ, ബാക്ക് ടു റെസിപ്പി, അതെ ഇതേപോലെ ഒരു റെസിപ്പിയൊക്കെ പഠിക്കാൻ നമുക്ക് എന്നെ പോലുള്ള അമ്മമാർക്ക് പറ്റുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മുടെ അമ്മമാർ പഠിപ്പിച്ച പോലെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിനെക്കാട്ടും ഇത്രയും എളുപ്പത്തിലും ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. അതിന് എളുപ്പം എങ്ങനെയാന്നുള്ളതല്ലേ, നോക്കിക്കോ. ഫസ്റ്റ് വേണ്ടത് കുറച്ച് തക്കാളി അരച്ചതാണ്. 1 കിലോ കോഴിയാണെങ്കിൽ ഒരു മീഡിയം സൈസ് 2 തക്കാളി. പിന്നെ വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ്. ഈ അണ്ടിപ്പരിപ്പും ബദാം അതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. പിന്നെ ഈ കുറച്ച് ബദാം, കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ഇത് കുറച്ച് കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന പച്ച കപ്പലണ്ടി വാങ്ങിക്കാൻ കിട്ടും. അതൊന്ന് ടോസ്റ്റ് ചെയ്യുക, പച്ച ചുവയൊന്ന് മാറ്റുക, അത്രയേ ഉള്ളൂ. അത് ഉപയോഗിച്ചാലും തെറ്റൊന്നുമില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ച തേങ്ങ തിരുമിയതാണേ. ഈ തേങ്ങയും കാഷ്യൂം ആൽമണ്ടും കൂടെ നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നെക്സ്റ്റ് വേണ്ടിയത് കുറച്ച് തൈര. ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്ന മല്ലിയിലയാണ്. അതുകൊണ്ട് ഞാനൊരു ബൗൾ നിറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് ഒരു 3-4 പച്ചമുളക് അരച്ച് വെച്ചേക്കുക. ചതച്ച് വെച്ചതാ, അരച്ചല്ല, ചതച്ച് വെച്ചത്.
ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് കണ്ടാലറിയാം, അത് ഞാൻ ഇവിടെ അരച്ചതല്ല, മേടിച്ചതാ. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് എടുക്കാവുള്ളേ. പിന്നെ ഉള്ളത് കാശ്മീരി മുളക് പൊടിയാ, കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് ജീരകപ്പൊടിയാ, പിന്നെ ഉള്ളത് കുറച്ച് കുരുമുളക് പൊടി ചതച്ചിടാം. നമ്മുടെ വീട്ടിൽ അന്നേരം പൊടിക്കുന്ന ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ സ്ഥിരം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രീൻ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും മേടിച്ചു വെക്കാൻ. ഇത് ഗ്രീൻ ചില്ലി സോസ് ആണ്. ഇത് റെഡ് ചില്ലി സോസ്. ഇത് കുറച്ച് സോയാ സോസ്. പിന്നെ ഇച്ചിരി ഉപ്പ്. ഇനിയുള്ളത് എന്നാ, കുറച്ച് ഒരു വലിയ സവാള അല്ലെങ്കിൽ ഒരു 2 മീഡിയം സൈസ് സവാള നമ്മൾ ബിരിയാണിക്ക് വറുത്ത് വെക്കരെ, ആ സാധനമാണ് വേണ്ടിയേ. പിന്നെ ഉള്ളത് കുറച്ച് ഫ്രഷ് ക്രീം. പിന്നെ വേണ്ടിയത് ഏകദേശം 1 കിലോ വരുന്ന ചിക്കൻ ആണേ. ഇതിപ്പോൾ ചെറിയ കഷ്ണമാക്കാം, കറിക്കട്ടാക്കാം, ഏതായാലും. അഥവാ ബ്രസ്റ്റ് പീസ് ബോൺലെസ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഫസ്റ്റ് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഉള്ള പരിപാടിയേ ഉള്ളൂ. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ ഈ പരിപാടി. എന്നാന്ന് വെച്ചാൽ ഒരുപാട് അടുക്കളയിൽ കിടന്നും പണിയെടുക്കണ്ട. അങ്ങനത്തെ പണികളൊക്കെയാണ് നമ്മളിപ്പോൾ എപ്പോൾ പഠിക്കാനുള്ളത്. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്കിടയായ സമയം കിട്ടുമല്ലോ. ഈ പിള്ളേരുണ്ടല്ലോ, ഏത് നേരം നമ്മളൊരു റീലോ എന്നതേലും ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം തോന്നും അമ്മ 24 മണിക്കൂർ റീലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. നമുക്കും വേണ്ട എൻ്റർടൈൻമെൻറ്റ്സ് അല്ലേ? അപ്പം പിന്നെ ഏതൊരു അടുക്കള കിടന്നാൽ മതിയാ. അമ്മ എന്ന് പറഞ്ഞാൽ അടുക്കള അങ്ങനെ വേണ്ട. നമുക്കും എനിക്ക് ഇഷ്ടമാണ്, നമുക്ക് നമ്മുടെ ലോകത്ത് ജീവിക്കണം, അതൊക്കെ നമുക്ക് ആഗ്രഹമുള്ള അല്ലേ. എന്നാൽ പിള്ളേരുടെ കാര്യം മറക്കാൻ നോക്കുമോ? അതും ഒക്കത്തില്ല. പിള്ളേർക്ക് വേണ്ടിയതും വീട്ടുകാർക്ക് വേണ്ടിയതും ഒക്കെ ചെയ്ത് വെച്ചേച്ച് ഇവരൊക്കെ ഫോൺ നോക്കുന്നപോലെ നമുക്കൊന്ന് ഫോൺ നോക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് രുചിയായിട്ടുള്ളൊരു ഭക്ഷണം ഫസ്റ്റ് ചെയ്യാം. മാരിനേഷൻ വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൊമാറ്റോ പ്യൂരേ. മുഴുവൻ ഒഴിക്കണ്ട, എന്നാന്നോ ഈ പറഞ്ഞ പോലെ നമ്മൾ തൈരും ചേർക്കുമല്ലേ. ഇനി നമ്മുടെ പേസ്റ്റ് ആക്കാൻ പോകുന്നേ. അതായത് തേങ്ങ എത്രയെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു അരമുറി തേങ്ങയുണ്ട്, അത്രയും വേണ്ട, കുറച്ച് 1 പിടി. എൻ്റെ ഈ കൈക്ക് 1 പിടിയാണ് ഞാൻ എടുത്തേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്തു വെച്ച ബദാമും എടുത്തു വെച്ച അണ്ടിപ്പരി, കുറച്ച് വെള്ളം ഒഴിക്കുക. ഇച്ചിരി കൂടി ഒന്ന് അരയാനുണ്ട്. ഓക്കെ, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം. ഇനി ചേർക്കാനുള്ളത് കുറച്ച് തൈര്. പുളിയില്ലാത്ത തൈരാന്നേ. ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്. ഒരു 4 സ്പൂൺ തൈര്. കുറച്ച് കൂടുതൽ മല്ലിയില വേണം. ഞാൻ പകുതി ഇടാം. പകുതി ഈ പറഞ്ഞ പോലെ നമുക്ക് അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാം. പിന്നെ എരിവ് അനുസരിച്ച് വേണം നമ്മൾ ഈ പച്ചമുളക് ചേർക്കാനായിട്ട്. പച്ചമുളകിൻ്റെ എരിവ് നോക്കി വെച്ച് വേണമേ. പിന്നെ ഉള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാ. അതൊരു 3/4 ടീസ്പൂൺ. ഇത് ടീസ്പൂൺ അല്ല, അതിനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടെ മുഴുത്തതാ. ഇനി മുളക് പൊടി 1 കിലോ ആന്നേൽ ഈ പറഞ്ഞ പോലെ ഒരു 4 ടീസ്പൂൺ ആണ് എൻ്റെ കണക്ക്. പക്ഷെ ഇപ്പം ഞാൻ 2 ഇട്ടേച്ച്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചേർക്കും. കാര്യം എന്നാന്ന് വെച്ചാൽ കുരുമുളക് ചേർക്കുന്നുണ്ട്, ഗ്രീൻ ചില്ലി സോസും ചേർക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ എരിവ് ഇവിടെ നോക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ജീരകത്തിൻ്റെ ഫ്ലേവർ മുന്നെയാ. അപ്പോൾ ഒരു 1/2 to 3/4 ടീസ്പൂൺ വരെ ചേർക്കാം.
പിന്നെ ഉള്ളത് കുറച്ച് കുരുമുളക് പൊടി, അത് ഏകദേശം 1 ടീസ്പൂൺ ഇട്ടോ. ഈ മേടിക്കുന്നതൊക്കെ ആണെന്നേൽ അതിനത്ര എരിവ് കാണത്തില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്. എരിവ് നോക്കിക്കോണേ. പിന്നെ ഇത് റെഡ് ചില്ലി സോസാണ്, അതും 1 ടീസ്പൂൺ. സോയാ സോസും 1 ടീസ്പൂൺ. കുറച്ച് ഉപ്പ്, അതിൻ്റെ കൂടെ ഈ ഫ്രൈഡ് ഓണിയൻസ്. ഹൈദരാബാദി റെഡ് ചിക്കൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി അതിനകത്തോട്ട് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇച്ചിരി ഫുഡ് കളേഴ്സൊക്കെ ചേർക്കും. ഞാനത് ഫുഡ് കളർ ഇവിടെ ചേർക്കുന്നില്ല. ചേർത്താൽ ഇറ്റ് വിൽ ബിക്കം റെഡ്. അതുകൊണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളത് മതി. അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി തന്നെ എടുത്തേ. ഇനിയിപ്പോൾ ഒരു ഇച്ചിരി കൂടെ എരിവ് നോക്കിയേച്ച് ഞാൻ ഇച്ചിരി കൂടെ ചേർക്കാവേ. ഈ വറുത്ത ഉള്ളി ഇടുമ്പോഴത്തേനുണ്ടല്ലോ ഒരു കാര്യം പറയാം, ഈ വേവുമ്പോഴത്തേക്ക് ഈ ചിക്കൻ്റെ കളറേ മാറും. അപ്പോൾ അതുകൂടെ നോക്കിയേച്ചൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ട്രൂലി ഓപ്ഷണൽ, വേണമെങ്കിൽ മാത്രം ഫുഡ് കളർ ചേർത്താൽ മതി. ഓക്കെ, ഈ മാരിനേറ്റ് ചെയ്തത് ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചേച്ച്, ഇതെല്ലാം റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മളെപ്പോലെ അവർ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് മനസ്സിലാക്കിയത് കടുകെണ്ണയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടത്, നമുക്ക് റിഫൈൻഡ് ഓയിൽ, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന റിഫൈൻഡ് ഓയിൽ, നോട്ട് വെളിച്ചെണ്ണ വേണ്ട, എന്തായാലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ച് ഈ കറി ചെയ്യാം. ഇനിയിപ്പോൾ നോക്കിയോ എന്നാ എളുപ്പമാണെന്നറിയാവോ? ഒന്നുമില്ല, എണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇടുക. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോർത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ പരിചയപ്പെടുന്ന ഫസ്റ്റ് ഡിഷാണ് ഈ നോർത്തിൽ കറിവേപ്പില ഇടുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഞാൻ പരിചയപ്പെട്ടതിൽ ഫസ്റ്റ്. അതുകൊണ്ട് കറിവേപ്പില ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എണ്ണ ഫസ്റ്റ് ഒഴിക്കാം. അവരെല്ലാത്തിനും എണ്ണ ഒരു ഇച്ചിരി കൂടുതലാണ്, നമുക്ക് അത്രയും വേണ്ട, നമുക്ക് ആവശ്യമുള്ള ഒഴിച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില മിനിമം, 2 തണ്ട് കറിവേപ്പില മിനിമം പറഞ്ഞിട്ട് 3 എടുത്ത്, വാക്ക് പാലിക്കുന്നില്ല എന്ന് പറഞ്ഞത്. കറിവേപ്പിലയുടെ കാര്യം ആയതുകൊണ്ട് പിന്നെ എനിക്ക് അതിനൊരു അളവൊന്നുമില്ല, പലതും പറയും. പക്ഷേ ഓക്കെ, ഇതിനി ഫുൾ അരപ്പും ഇതിനകത്തോട്ട് ഇട്ടേച്ച് ചിക്കൻ വേകുക. ഇത്രയും മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതിൻ്റെ നിറമെല്ലാം മാറി കംപ്ലീറ്റ്ലി ഒരു ഹൈദരാബാദി റെഡ് ചിക്കനായി മാറും. എന്നാ എളുപ്പമുള്ളൊരു കാര്യമാണ് അല്ലേ ഇത്? ഇത്രയേ ഉള്ളൂ ഹൈദരാബാദി റെഡ് ചിക്കൻ കറി. ഇനി റെഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് തർക്കിക്കാൻ വന്നിട്ട് കാര്യമില്ല. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇതിനകത്ത് റെഡ് കളർ ഇടുന്നില്ല. ഇടുവാണെങ്കിൽ ഇത് കുറച്ച് വെന്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഒരു റെഡ് ചിക്കനായി മാറും. ഓപ്ഷൻ നിങ്ങൾക്കാണ്, എനിക്കല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട.